നിങ്ങൾ ന്യൂസിലാൻഡിലേക്ക് നഴ്സിംഗ് ജോലിക്ക് അപേക്ഷിക്കാൻ ഒരുങ്ങുന്ന ഒരു ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സ് ആണോ എങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. 2022 ന്യൂസിലാൻഡ് സ്റ്റാർട്ട് ചെയ്ത ക്യാപ് റീഫണ്ട് പ്രോഗ്രാം നഴ്സിംഗ് കമ്മ്യൂണിറ്റിയിൽ എസ്പെഷ്യലി മലയാളി നഴ്സിംഗ് കമ്മ്യൂണിറ്റിയിൽ വളരെ വേഗം വൈറലായ ഒരു വാർത്തയാണ്. എന്നാൽ ക്യാപ് റീഫണ്ട് പ്രോഗ്രാമും ന്യൂസിലാൻഡ് നിർത്തലാക്കാൻ ഒരുങ്ങുന്നു എന്ന് ഹെൽത്ത് ന്യൂസിലാൻഡ് അനൗൺസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 2024 മെയ് 31 കഴിഞ്ഞ് ജോലി അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടുന്നവർ ക്യാപ് റീഫണ്ട് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അതുപോലെ തന്നെ സെപ്റ്റംബർ 30 എല്ലാ ക്യാപ് റീഫണ്ട് പ്രോഗ്രാംസും ഷട്ട് ഡൗൺ ചെയ്യണമെന്നാണ് ന്യൂസിലാൻഡ് ഹെൽത്ത് മിനിസ്ട്രിയുടെ ഡിസിഷൻ. പെട്ടെന്നുണ്ടായ നഴ്സുമാരുടെ ഷോർട്ടേജിനെ തുടർന്നായിരുന്നു ക്യാപ് റീഫണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ആവശ്യത്തിനുള്ള IQNs അഥവാ ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സുമാർ അവൈലബിൾ ആയതുകൊണ്ടാണ് ക്യാപ് റീഫണ്ട് നിർത്തലാക്കാനുള്ള പ്രോസസ് തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നഴ്സുമാർക്കായി ന്യൂസിലാൻഡ് ക്യാപ്പിന് പകരം ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻസ് OSCE എന്നൊരു പുതിയ എക്സാം ഫോർമാറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ന്യൂസിലാൻഡിൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ക്യാപ് റീഫണ്ട് അല്ല, പകരം OSCEയുടെ എക്സ്ക്ലൂസീവ് ട്രെയിനിങ് ഇപ്പോൾ കരിയർ ഫ്ലോയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വിത്ത് എക്സലന്റ് ട്രെയിനിങ്, അഫോർഡബിൾ ഫീസ് ആൻഡ് അൺലിമിറ്റഡ് സപ്പോർട്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ കരിയർ ഫ്ലോ.